നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. ഇന്ത്യൻ നേവിയുടെ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ടെക്നിക്കൽ ബ്രാഞ്ചുകളിൽ ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസറാകാം 260 ഒഴിവുകളാണ് ഉള്ളത്. അവിവാഹിതരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമാണ് അപേക്ഷിക്കാവുന്നത്. ഓൺലൈൻ അപേക്ഷ ഫെബ്രുവരി 24 വരെ. 2027 ജനുവരിയിൽ ഏഴിമല നാവിക അക്കാദമിയിൽ കോഴ്സുകൾ ആരംഭിക്കും. ബ്രാഞ്ച് വിഭാഗം തിരിച്ചുള്ള യോഗ്യതകൾ ഇങ്ങനെയാണ്. എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് GS ഹൈഡ്രോ കേഡർ 60% മാർക്കോടെ ഏതെങ്കിലും വിഭാഗത്തിൽ BE BTech. പ്രായം 2002 ജനുവരി 2 2007 ജൂലൈ 1 മധ്യേ ജനിച്ചവർ ആയിരിക്കണം. പൈലറ്റ്, നേവൽ എയർ ഓപ്പറേഷൻസ് ഓഫീസർ, ഒബ്സർവർ, എയർ ട്രാഫിക് കൺട്രോളർ 60% മാർക്കോടെ BE BTech. 10+2 ക്ലാസുകളിൽ 60% മാർക്കും ഇംഗ്ലീഷിന് 10ലോ +2വിലോ 60% മാർക്കും ആവശ്യമാണ്. പ്രായം പൈലറ്റ്, നേവൽ എയർ ഓപ്പറേഷൻസ് ഓഫീസർ എന്നിവർ 2003 ജനുവരി 2 2008 ജനുവരി 1 മധ്യേ ജനിച്ചവരായിരിക്കണം. എയർ ട്രാഫിക് കൺട്രോളർ 2002 ജനുവരി 2 2006 ജനുവരി 1 മധ്യേ ജനിച്ചവർ ആയിരിക്കണം. ലോജിസ്റ്റിക്സ് ഫസ്റ്റ് ക്ലാസ്സോടെ BE BTech അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സോടെ MBA അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സോടെ BSc BCom BSc IT. ഫിനാൻസ്, ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, മെറ്റീരിയൽ മാനേജ്മെന്റിൽ PG ഡിപ്ലോമ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സോടെ MCA MSc IT. പ്രായം 2002 ജനുവരി 2 2007 ജൂൺ 1 മധ്യേ ജനിച്ചവരായിരിക്കണം. എഡ്യൂക്കേഷൻ ബ്രാഞ്ച് എഡ്യൂക്കേഷൻ 60% മാർക്കോടെ MSc MA മാത്സ് ഓപ്പറേഷണൽ റിസർച്ച് BSc ഫിസിക്സ് അല്ലെങ്കിൽ 60% മാർക്കോടെ MSc MA ഫിസിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് ഫിസിക്സ് വിത്ത് BSc മാത്സ് അല്ലെങ്കിൽ മീറ്ററിയോളജി ഓഷ്യനോഗ്രാഫി അറ്റ്മോസ്ഫിയറിക് സയൻസ് വിത്ത് BSc ഫിസിക്സ് ആൻഡ് മാത്സ് അല്ലെങ്കിൽ 60% മാർക്കോടെ BE BTech. മെക്കാനിക്കൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ആയിരിക്കണം. നാലാമത്തെ ഒരു ഓപ്ഷൻ ഉള്ളത് 60% മാർക്കോടെ BE BTech MTech കഴിഞ്ഞവർക്ക്. MTech കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആയിരിക്കണം. MCA ബിരുദതലത്തിൽ മാത്സോ ഫിസിക്സോ പഠിച്ചിരിക്കണം. അതല്ലെങ്കിൽ 60% മാർക്കോടെ BE BTech ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷനിലായിരിക്കണം ബിരുദം ഉണ്ടായിരിക്കേണ്ടത്. പ്രായം 2002 ജനുവരി 2 2006 ജനുവരി 1 മധ്യേ ജനിച്ചവർ. ആറാമതൊരു ഓപ്ഷൻ ഉള്ളത് 60% മാർക്കോടെ ME അല്ലെങ്കിൽ MTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ അല്ലെങ്കിൽ കൺട്രോൾസ്, റഡാർ ആൻഡ് മൈക്രോവേവ്, ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ്, വയർലെസ് കമ്മ്യൂണിക്കേഷൻ, ലേസർ ആൻഡ് ഇലക്ട്രോ ഓപ്റ്റിക്സ് VLSI പവർ സിസ്റ്റംസ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ഇവയിലുള്ള ബിരുദം. തെർമൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, മെഷീൻ ഡിസൈൻ, സിസ്റ്റം ആൻഡ് കൺട്രോൾസ്, മാനുഫാക്ചറിംഗ്, മെക്കട്രോണിക്സ്, മെറ്റീരിയോളജി, ഓഷ്യനോഗ്രാഫി, അറ്റ്മോസ്ഫിയറിക് സയൻസ് എന്നിവയിൽ ഏതെങ്കിലും ബിരുദമുള്ളവരും അല്ലെങ്കിൽ ബിരുദതലത്തിൽ ഫിസിക്സും മാത്സും പഠിച്ചവരുമായിരിക്കണം. പ്രായം 2000 ജനുവരി 2 2006 ജനുവരി 1 മധ്യേ ജനിച്ചവർ. 10+2 ക്ലാസുകളിൽ 60% മാർക്കും ഇംഗ്ലീഷിന് 10ലോ +2വിലോ 60% മാർക്കും ആവശ്യമാണ്. ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ജനറൽ സർവീസ് ആണെങ്കിൽ 60% മാർക്കോടെ BE BTech മറൈൻ, ഇൻസ്ട്രുമെന്റേഷൻ, എയറോസ്പേസ്, ഓട്ടോമൊബൈൽസ്, മെറ്റലർജി, മെക്കട്രോണിക്സ് എന്നിവയിൽ. സബ്മറൈൻ ടെക് എഞ്ചിനീയറിംഗ് ഉണ്ട്. 60% മാർക്കോടെ BE BTech പ്രൊഡക്ഷൻ, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ്, കൺട്രോൾ എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ, എയറോനോട്ടിക്കൽ, മെക്കാനിക്കൽ വിത്ത് ഓട്ടോമേഷൻ. പ്രായം 2002 ജനുവരി 2 2007 ജനുവരി 1 മധ്യേ ജനിച്ചവർ. ഇലക്ട്രിക്കൽ ജനറൽ സർവീസ് 60% മാർക്കോടെ BE BTech ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെന്റേഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ, പവർ ഇലക്ട്രോണിക്സ്, പവർ എഞ്ചിനീയറിംഗ് എന്നിവയിൽ. സബ്മറൈൻ ടെക് ഇലക്ട്രിക്കൽ 60% മാർക്കോടെ BE BTech ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ. പ്രായം 2002 ജനുവരി 2 2007 ജൂലൈ 1 മധ്യേ ജനിച്ചവരായിരിക്കണം. ശമ്പളം തുടക്കത്തിൽ 1,25,000 രൂപയായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.joinindiannavy.gov.in എന്ന വെബ്സൈറ്റ് കാണുക. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ്